ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻസിയാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെരവാസ്തുവിൽ തലേന്ന് വരെയുള്ള നമ്മളിങ്ങനെ ഇട്ടാണല്ലോ അവസാനിപ്പിച്ച് നിർത്തിയത് കഴിഞ്ഞ വീഡിയോ. അപ്പോൾ അതാണ് തലേന്ന് ഫാത്തിമാത്തയും മാമിനാത്തിയും ഒക്കെ കൂടി ഇവിടെ നിന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്താണ് ചച്ചി അവിടെ നിൽപ്പുണ്ട്, പാത്തി ഇപ്പുറത്ത് നിൽപ്പുണ്ട്. അങ്ങനെ പിന്നെ ഇതിൻ്റെ സൗണ്ട് ഇടാത്ത എന്താണെന്ന് വെച്ചാൽ പാട്ടിട്ട് കേട്ടോ. അപ്പം അങ്ങോട്ടുള്ള എല്ലാ വീഡിയോ ക്ലിപ്സിലും പാട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൊത്തം വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വേണ്ട വാപ്പുവും അപ്പിയൊക്കെ എല്ലാം കൂടി ഇരുന്ന് പച്ചക്കറിയൊക്കെ നന്നാക്കി അതൊക്കെ ശരിയാക്കി എടുക്കുക കേട്ടോ. എന്താണ്ട് പയർ വേറെ ഇപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നാളത്തേക്കുള്ള പച്ചക്കറിയും അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കുകയാണ്. അവിയലിനുള്ളതൊക്കെ എടുത്ത് അരിയാനായിട്ടൊക്കെ എടുത്ത് മാറ്റുക കേട്ടോ. അപ്പം അതൊക്കെ അവിടെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പിള്ളേർ സെറ്റെല്ലാം പുറത്താട്ടോ, അവിടെ മുറ്റത്തൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതേണ്ട അൻവറിനെ എവിടെയോ കടയിലാണെന്ന് തോന്നുന്നു എന്തോത്തിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അതേ ഷാമിലും നഹാസും പിന്നെ അമാനും ആസിഫും ഒക്കെ നിൽപ്പുണ്ട്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ആമിനാത്തി, ചച്ചി, എൻ്റെ ഉപ്പച്ചി അവിടെ നിൽപ്പുണ്ട്, മാമ അപ്പുറത്ത് നിൽപ്പുണ്ട്, എല്ലാവരും നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഷാമിൽ പറഞ്ഞിട്ട് വീഡിയോ എടുക്കില്ല, ഞാൻ ഇച്ചിരി എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ട പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഉസ്താദൊക്കെ വന്ന് ദുആക്കെ ചെയ്തിട്ട് യാസിനോട് ദുആക്കെ ചെയ്തതിന് പോയിട്ട് ശേഷം അപ്പോൾ അതേ പാചകക്കാരേട്ടാ അവർ അയക്കാമാർ നമുക്ക് പിന്നെ തേങ്ങ അരച്ചു കൊടുക്കാൻ, ഇഞ്ചി അരച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു. ഇഞ്ചി അരച്ച് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തേങ്ങ അരച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വേണ്ട തേങ്ങയൊക്കെ അരയ്ക്കുകയാണ്. അങ്ങനെ ആമിനാത്തി അത് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു. ആദ്യം വലിയ ജാറിലെടുത്തു, അപ്പോൾ അരയുന്നില്ല. അപ്പം ചെറിയ ജാറിലെടുത്തു, അപ്പം നിൽക്കുന്നില്ല. പിന്നെ വലിയ ജാറിലിട്ട് അടിക്കാമെന്ന് പറഞ്ഞ് ജാറ് മാറ്റുക കേട്ടോ. അങ്ങനെ എന്തായാലും ആമിനാത്തി അത് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അത് അടിച്ച് കൊണ്ടുപോയി മൊത്തം നാല് തേങ്ങ എന്തോ അരച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് ഫുൾ അടിച്ച് കൊണ്ടുപോയിട്ട് പിന്നെ അവർ തിരിച്ചു കൊണ്ടുവന്നിട്ട് കുറച്ച് അരഞ്ഞില്ല, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചു കൊടുക്കാൻ. കാരണം അതിങ്ങനെ തേങ്ങ ഇങ്ങനെ കൊത്തായിട്ട് കിടക്കും, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ മൂസിനാത്തി അത് അരച്ചു കൊടുത്തു. പിന്നെ ഞാൻ അവിടെ നിന്ന് പാത്രം കഴുകുക കേട്ടോ. ഇപ്പോൾ കുറേ ഇങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് ഇഷ്ടംപോലെ പാത്രമാകുന്നു. അപ്പം ഞാൻ അവിടെ അസീനാമി ഒന്ന് ചായ തോന്നിട്ട് എടുത്ത് കുടിക്കുന്നത്. അപ്പം ഞാനങ്ങനെ പാത്രമെല്ലാം കഴുകി വെച്ചു. പിന്നെ അത് അവിയലിനുള്ള 2 പച്ചക്കറി കേട്ടോ. അതേതോ 2 പച്ചക്കറി വേവ് കൂടുതലുള്ള ഏതോ 2 പച്ചക്കറി എടുത്ത് കുക്കറിലിട്ട് അടിക്കുക കേട്ടോ. ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചേക്കുന്നു. അപ്പോൾ അതേ ആമിനാത്തി ഇവിടെ നിന്ന് തൂക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഹാളൊക്കെ ഒന്ന് തൂത്ത് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പി എന്നോട് എന്തോ വന്നിങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ പിന്നെ അതേ പാത്തു ഇട്ടിരുന്ന് ഫോണിൽ കളിക്കുന്നു. മൂസിനാത്തി കണ്ട് ഇവിടെ നിൽക്കുന്നു. ഉമ്മി അവിടെ നിൽപ്പുണ്ട്. അസീനാമ്മ അവിടെ തിണ്ണയ്ക്ക് നിൽക്കുന്നു. കാക്കച്ചി മെഹറൂനൊക്കെ എടുത്തുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ആ കൊച്ചിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുവാണ് എല്ലാവരും. പിന്നെ ഇവിടെ തിണ്ണയിൽ അപ്പിയപ്പയല്ലെന്ന് തോന്നുന്നു, ഉപ്പച്ചിയും മാമായും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വാപ്പിയൊക്കെ അപ്പുറത്തുണ്ട് കേട്ടോ, അപ്പുറത്ത് മുറ്റത്ത് നിൽപ്പുണ്ട്. പിന്നെ അതേ അപ്പം ഞാൻ അങ്ങനെ കുളിച്ച് റെഡിയായി ഒരുങ്ങി കേട്ടോ. അപ്പം തച്ചി അവിടെ ഇരുന്ന് ഐലീനർ എഴുതുമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ മൂസിനാത്തിയും കാക്കച്ചി അവിടെ എഴുതാനിരിപ്പുണ്ട്. അങ്ങനെ ദേ ഉമ്മി ഒരുങ്ങി, ഉമ്മി അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ ഒരുങ്ങിയൊക്കെ ഞങ്ങൾ ഫോട്ടോ എന്ന് വെച്ചാൽ കുറച്ച് മാമൻ വരുന്നുണ്ട്. അപ്പം ഫോട്ടോ എന്ന് വെച്ചാൽ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തോളൂ കേട്ടോ. അപ്പം അങ്ങനെ ഉച്ചയായി അപ്പോഴത്തേക്ക് ഉച്ചയായില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒരു സമയമൊക്കെ കുറച്ച് സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഫുഡൊക്കെ അവിടെ ആളുകളൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ മെഹറു, അമിനാത്തി എല്ലാവരും കൂടെ കഴിക്കാനിരുന്നു. അപ്പം മെഹറൂവിനെ ഞാൻ എടുത്തുകൊണ്ട് കയറിയതാട്ടോ. അപ്പോൾ അവളും ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അതിനുള്ള സാവകാശമൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇത് തന്നെ കുറേ പേരൊക്കെ ആരൊക്കെയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇരുന്നപ്പോൾ കുറച്ച് എടുത്തു. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എഴുതാനിരിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ എടുക്കാൻ പറ്റി. അപ്പം സന്ധ്യ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം ആളുകളൊക്കെ വരുമ്പോൾ ഞങ്ങൾ എഴുതി ഞങ്ങളവിടെ ഇരിക്കട്ടെ. പിന്നെ അവിടെ ഇരുന്നപ്പോൾ പിന്നെ ഞാനങ്ങോട്ട് പോകുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി കേട്ടോ. അപ്പം വാപ്പി അവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് മഴ പെയ്തായിരുന്നു കേട്ടോ.
പിന്നെ ദേ രാത്രിയായി. അപ്പോൾ ദേ മെഹ്റൂസ് ആണെങ്കിൽ ചപ്പാത്തിയും മുട്ടക്കറിയും കഴിക്കും കേട്ടോ. അപ്പം ഞാൻ പോയി ഇടയ്ക്കൊന്ന് മേല് കഴുകി. ഞാൻ അപ്പം ഉച്ച അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് പൊങ്ങിയിട്ടേ ഇല്ല. പിന്നെ ഞാൻ എണീറ്റ് പോയി മേലൊക്കെ കഴുകിയിട്ടൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതേ മെഹ്റു അവിടെ നിന്ന് കഴിക്കുമോ, നമുക്ക് ഭയങ്കര ബിസി ആയിട്ടോ. അത് ഭയങ്കര ബിസിയായിട്ട് നിന്ന് ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ കഴിക്കുകയാണ്. അപ്പം അവളും ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നതും പറയുന്നതൊക്കെ ഉണ്ട്. ഹായ് കാണിക്കുന്നൊക്കെ പറയുമ്പോൾ പാട്ട് കേട്ടോണ്ടാട്ടോ കിടന്ന് തുള്ളുന്നതും ഹായ് കാണിക്കുന്നതും ഒക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ അതൊന്നും ഓൺ വോയിസ് ഇടാൻ പറ്റാത്തത് ബാക്ക്ഗ്രൗണ്ട് പാട്ടാണ്. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഓൺ വോയിസ് ഇടാഞ്ഞത്. അപ്പം എല്ലാം റാഹത്തായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.